നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ അച്ഛനെ കൊന്നത് സിദ്ധു ആണെന്നുള്ള ധാരണ ഇപ്പൊ ദേവികയുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാവും. ആ ധാരണയോടെ അവൾ എങ്ങനെ സിദ്ധുവിനൊപ്പം കഴിയും? ദേവികയോടായാലും ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. നിങ്ങളുടെ അച്ഛനെ കൊന്ന നിന്റെ ഭർത്താവിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥനാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയ്യോ, മഹേട്ടാ, നമ്മുടെ സിദ്ധു അവനാണോ ദേവികയുടെ അച്ഛനെ? ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതിന് സാധിക്കുന്നില്ല. ശ്രീകല ആവർത്തിച്ച് പറയല്ലേ സിദ്ധു ആണ് അവളുടെ ഭർത്താവിനെ കൊന്നെന്ന്. ശ്രീകലയ്ക്ക് സിദ്ധുവിനെ മനസ്സിലാകത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ മോൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊല്ലില്ലെന്ന് ശ്രീകലയ്ക്ക് അറിയില്ല. മാത്രമല്ല, ഡ്രൈവിംഗിൽ നല്ല നിയന്ത്രണമുള്ളവനാ സിദ്ധു. പെട്ടെന്നൊന്നും അവൻ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല. അന്ന് അവന്റെ കാർ ആക്സിഡന്റ് പെട്ടത് ചിലപ്പോ ആ ബ്രേക്കിന് മറ്റു തകരാറ് സംഭവിച്ചുകൊണ്ടായിരിക്കാം. പെട്ടെന്ന് ഇതുപോലെ തകരാറ് എന്തെങ്കിലും ഉണ്ടായാൽ സിദ്ധുവിന് എന്ത് ചെയ്യാനാകും? സിദ്ധുവിനെ തന്നെ തലനാരിക വ്യത്യാസത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ സിദ്ധു കാരണമാണ് ദേവികയുടെ അച്ഛൻ മരണപ്പെട്ടതെന്ന് സ്ത്രീകൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? നമ്മുടെ മകൻ എന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. സാഹചര്യം വെച്ച് ചിന്തിച്ചാലും സിദ്ധുവിനെ ഒരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. ഇത് നമുക്ക് പരസ്പരം പറയാവുന്നല്ലാതെ ശ്രീകലെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ ശ്രീകല തയ്യാറല്ലല്ലോ. ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ ജാനകി. ഈ വിഷമമൊക്കെ നമുക്ക് സഹിക്കാം. സമയം വരട്ടെ. സാവകാശം നമുക്കെല്ലാം ശ്രീകലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ശ്രീകലെ മാത്രമല്ല, ദേവികയും പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അവളുടെ അച്ഛനെ കൊന്നത് സിദ്ധു ആണെന്നുള്ള ധാരണ ഇപ്പൊ ദേവികയുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാവും. ആ ധാരണയോടെ അവൾ എങ്ങനെ സിദ്ധുവിനൊപ്പം കഴിയും? ദേവികയോടായാലും ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ നേരത്ത് നമ്മൾ ഇതൊക്കെ വിശദീകരിക്കാൻ ചെന്നാൽ ദേവിക ശരിക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. ദേവികയുടെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ദേവികയെ സിദ്ധുമായുള്ള വിവാഹം ഒഴിവാക്കായിരുന്നു, അല്ലേ മഹേട്ട? സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തിയത് തെറ്റായി പോയോന്നൊരു സംശയം. ഇതെല്ലാം വിധിയാണ് ജാനകി. അനുഭവിച്ചേ മതിയാകും.
ദേവിക സിദ്ധുവിനെ വിട്ടു പോവുമോ മഹേട്ടാ? പോയാലും എന്ത് പറഞ്ഞു നമ്മൾ ദേവിക്ക് തടയും? എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. നിങ്ങളുടെ അച്ഛനെ കൊന്ന നിന്റെ ഭർത്താവിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥനാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മാലാകെ, മാലാകെ, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. എണീറ്റ് വാ മാലാകെ. മാലാകെ എണീറ്റ് ഒന്ന് വയറി തന്നാലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. എണീറ്റ് വാ മാലാകെ. ഞാൻ പറയണ മാലാകെ കേൾക്കണില്ലേ? എന്താ പറ്റിയേ? എണീറ്റ് വന്നേ. എണീറ്റ് വാ മാലാകെ, എനിക്ക് വിശക്കുന്നു. ഞാൻ ഇത്രയും വിളിച്ചിട്ട് എന്താ മാലാകെ വിളിയാക്കത്തെ? വാ, എണീറ്റ് വന്നേ. വാ മാലാകെ, വാ, വന്നേ. വാ, എണീറ്റ് വാ. വന്നേ, എണീറ്റ് വാ മാലാകെ. എനിക്ക് വിശക്കുന്നു. സിദ്ധു, നീ എന്തിനാ വെറുതെ ദേവിക ശല്യപ്പെടുത്തുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് ഫുഡ് തരാൻ പറഞ്ഞിട്ട് മാലാക കേൾക്കണ പോലുമില്ല. മാലാകയ്ക്ക് എന്താ പറ്റിയേ? മാലാക ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിപ്പോ ആഹാരമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നീ ദേവിക ശല്യം ചെയ്യാതെ. വേണ്ട, എനിക്ക് മാലാക തന്നാ മതി. സിദ്ധു പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ കേൾക്കൂല. എനിക്ക് മാലാക തന്നെ തരണം. സിദ്ധു, നീ വെറുതെ വാശി പിടിക്കല്ലേ മോനെ. ദേവിക കുറച്ചു നേരം ഇവിടെ സ്വസ്ഥായിട്ടിരിക്കട്ടെ. നീ എന്റെ കൂടെ വാ, നിനക്ക് അമ്മ ആഹാരം തരാം. വേണ്ട, വേണ്ട, എനിക്ക് ആഹാരം മാലാക തന്നാ മതി. സിദ്ധു എടാ പറയുന്നത് കേൾക്ക്. എടാ നീ അനുസരണ കാണിക്കേ. നീ വാ. ഇല്ല, വരാൻ. ഞാൻ വരില്ല. മാലാക മോനെ. എനിക്ക് സിദ്ധു, വിശക്കുന്നു. വാ, പറയുന്ന- എന്നെ വിട്. അവളുടെ കൈ വിട്. മാലാക, വാ. അവളുടെ കൈ വിട്. കേൾക്കാം. അവളുടെ കൈ വിടാൻ. സിദ്ധു ഇത് വിട്. ഇങ്ങോട്ട് വാ. മാലാക ഇല്ലാണ്ട് ഞാൻ എങ്ങോട്ടും അവനെ പോയില്ല. പിടിക്ക്. സിദ്ധു, അമ്മേ മാലാക, പറയുന്ന അനുസരിക്കുന്നുണ്ടോ? വാ. എടാ, അനുസരിക്ക് എനിക്ക് ദേഷ്യം സിദ്ധു. വരും. എനിക്ക് ദേഷ്യം വരുവേ. ഞാൻ പറയുന്നത് വരില്ല. കേട്ടില്ലെങ്കിലേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ ദേവികയെ ശല്യപ്പെടുത്തിയ ദേവിക നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ വീട് വിട്ടിറങ്ങി പോകും. എന്നേക്കുമായി. അത് വേണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.